ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 6-നും 11-നും. വോട്ടെണ്ണൽ നവംബർ 14-ന്. കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു. വൈദ്യശാസ്ത്രത്തിനുള്ള 2025-ലെ നൊബേൽ പുരസ്കാരങ്ങൾ 3 ശാസ്ത്രജ്ഞർക്ക്. പുരസ്കാരം മനുഷ്യ ശരീരത്തിലെ ടി സെല്ലുകളുടെ കണ്ടെത്തലിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. 22-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അന്ന് വൈകിട്ട് ശബരിമലയിൽ ദർശനം നടത്തും. രാജ്ഭവനിൽ 23-ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി കുമരകത്തേക്ക് പോകും. 24-ന് പാലായിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. 15-ാം നിയമസഭയുടെ 14-ാം സമ്മേളനം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിച്ചെങ്കിലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിൽ സഭ ഇന്ന് നേരത്തെ പിരിഞ്ഞു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. ഇതോടെയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. അതിനിടെ 2025-ലെ മലയാള ഭാഷാ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ 2025 ഉൾപ്പെടെ 6 ബില്ലുകൾ ചർച്ചയില്ലാതെ സബ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. സഭ വീണ്ടും നാളെ ചേരും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ ആക്ഷേപങ്ങളെക്കുറിച്ചും സമഗ്ര ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘം വസ്തുത കണ്ടെത്തുമെന്നും അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡും സർക്കാരും ഇക്കാര്യത്തിൽ യാതൊരു ക്രിമിനൽ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയോ പഴയ കുറിപ്പടി വെച്ചോ കുട്ടികൾക്കായി കഫ് സിറപ്പ് നൽകരുതെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കോൾഡ്രിഫ് സിറപ്പിന് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1-ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഈ മാസം 10-ന് പുറപ്പെടുവിക്കും. അക്കാദമിക നേട്ടങ്ങൾ സാമൂഹിക പുരോഗതിക്ക് ഉപയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 3ാമത് ബിരുദദാനം കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദ നേട്ടം ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാനുള്ള വഴിയായി മാറണമെന്നും തൊഴിൽ നേടുക എന്നതിനപ്പുറം മറ്റുള്ളവർക്ക് ജോലി നൽകുക എന്നതായിരിക്കണം ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിനുള്ള 2025-ലെ നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാനിൽ നിന്നുള്ള ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് പുരസ്കാരം. പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ടി സെല്ലുകളുടെ നിർണായക കണ്ടെത്തലാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗം, അർബുദം എന്നിവയുടെ ചികിത്സ, അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾക്ക് ടി സെല്ലുകളുടെ കണ്ടുപിടുത്തം വഴിയൊരുക്കും. കോഴിക്കോട് ബേപ്പൂരിലെ വിനോദസഞ്ചാര വികസനത്തിന് അന്താരാഷ്ട്ര അംഗീകാരം. നെതർലൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് സംഘടനയുടെ ആഗോള സുസ്ഥിര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തുന്ന 100 ഹരിതയിടങ്ങൾ പട്ടികയിലാണ് ബേപ്പൂർ സ്ഥാനം പിടിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
ബേപ്പൂരിന്റെ ചരിത്രപരമായ പ്രാധാന്യം, മാരിടൈം ബന്ധങ്ങൾ, നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന ഒരു നിർമ്മാണം, സാഹിത്യ വിനോദസഞ്ചാര സർക്യൂട്ട്, പ്രകൃതിയെയും സമൂഹത്തെയും പരിഗണിച്ചുള്ള സുസ്ഥിര വിനോദസഞ്ചാര വികസനം എന്നിവ അംഗീകാരത്തിനായി പരിഗണിക്കപ്പെട്ടു. ഒരു പൈതൃക സംരക്ഷണം, വിനോദസഞ്ചാര ഉൽപ്പന്നം എന്ന നിലയിലുള്ള പ്രചാരണം എന്നീ മേഖലകളിൽ ബേപ്പൂരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേക പ്രശംസ നേടി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട 30 സൂചികളുടെ റിപ്പോർട്ട് ഇതിനായി സമർപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ ഏകോപിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ കേന്ദ്രീകരിച്ച് ഒട്ടേറെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ സംസ്ഥാന പോലീസ് മേധാവിയുമായി ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലന നടപടികൾ, പോലീസ് വിന്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ മറ്റുന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ കോടതി മുറിയിൽ നടന്ന അക്രമശ്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അപലപിച്ചു. സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് അഭിഭാഷക വേഷധാരി ഷൂ എറിയാൻ ആഞ്ഞത് എന്നാണ് റിപ്പോർട്ട്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും സംഭവത്തെ അപലപിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഗ്രാമവണ്ടി ഉടുമ്പന്നൂരിൽ സർവീസ് തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് KSRTC നടപ്പാക്കുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പൊതുഗതാഗത സംവിധാനം കുറവുള്ള പ്രദേശങ്ങളെ ബസ് സർവീസിലൂടെ ബന്ധിപ്പിക്കുകയാണ് ഗ്രാമവണ്ടി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ളവർ നേരിടുന്ന യാത്രാ ദുരിതത്തിന് ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നതിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഗ്രാമവണ്ടിയുടെ ഇന്ധനച്ചെലവ് ഗ്രാമപഞ്ചായത്ത് വഹിക്കും. മെയിന്റനൻസ് ജോലികളും ജീവനക്കാരുടെ ശമ്പളവും KSRTCയാണ് വഹിക്കുന്നത്. അടുത്ത വർഷത്തോടെ കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം 231ആയും ആഭ്യന്തര സർവീസുകളുടെ എണ്ണം 245ആയും വർദ്ധിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇതോടെ ശൈത്യകാലത്തിൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ വരുത്തിയ കുറവ് പരിഹരിക്കപ്പെടുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാന സർവീസുകളിൽ ഗണ്യമായ കുറവ് വരുത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി എയർ ഇന്ത്യ പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ബുധനാഴ്ച മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ ശനിയാഴ്ച വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി തൊഴിൽ മേളയിൽ 245 പേർക്ക് ജോലി ലഭിച്ചു. തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. 26 ഉദ്യോഗദായകരും 583 ഉദ്യോഗാർത്ഥികളും പങ്കെടുത്ത മേളയിൽ 443 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആരോഗ്യ സംരക്ഷണം, ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പുതിയ ചുവടുവയ്പുമായി കണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ KCCPL വിപണിയിലെത്തുന്നു. കമ്പനിയുടെ കണ്ണപുരം യൂണിറ്റിൽ ആരംഭിച്ച നിർമ്മാണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 16-ന് മന്ത്രി P. രാജീവ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കണ്ണപുരം യൂണിറ്റിൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. പുതിയ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ KCCP ലിമിറ്റഡിന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്ന നിർമ്മാണത്തിൽ ശക്തമായ സ്ഥാനം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി നടപ്പിലാക്കിയ IT ഇൻക്യുബേഷൻ സെന്റർ, കോക്കനട്ട് ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കോംപ്ലക്സ്, ഹൈടെക് കയർ ഡീഫൈബറിംഗ് യൂണിറ്റ്, പെട്രോൾ പമ്പുകൾ എന്നിവയും വിജയത്തിലെത്തിയിരുന്നു. സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കുന്തംകുളത്ത് ആരംഭിക്കും. ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ 14 ടീമുകളും വനിതാ വിഭാഗത്തിൽ 12 ടീമുകളും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം നഷ്ടമായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി അടുത്ത മാസം 6-നും 11-നും, വോട്ടെണ്ണൽ നവംബർ 14-ന്. കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു. വൈദ്യശാസ്ത്രത്തിനുള്ള 2025-ലെ നൊബേൽ പുരസ്കാരങ്ങൾ. 3 ശാസ്ത്രജ്ഞർക്ക് പുരസ്കാരം. മനുഷ്യ ശരീരത്തിലെ T സെല്ലുകളുടെ കണ്ടെത്തലിന്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.